ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്ക ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കുക കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതിനുള്ള രണ്ട് ചേരുവ ഇതൊക്കെയാണ് കേട്ടോ. ഉള്ളി, തക്കാളി, ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാ അങ്ങനെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ എടുത്ത് വെച്ച് ചിക്കനിലോട്ട് കുറച്ച് പൊടിയൊക്കെ ആഡ് ചെയ്തു കേട്ടോ. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി കേട്ടോ, ഇത്രയും ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളിൻ്റെ കൂടെ ഇതാ ഇത്രയും അളവിൽ പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതെടുക്കുക. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സിയിൽ ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ചെയ്താലോ. അപ്പോൾ അതവിടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. തക്കാളിയും അതിനോടൊപ്പം പെരിഞ്ജീരകവും കൂടെ നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇനി പാൻ വെക്കുക കേട്ടോ. അതിലോട്ട് നന്നായി എണ്ണ ഒഴിക്കുക. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ എണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ വറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. നമ്മൾ കറി വയ്ക്കുമ്പോൾ ചിക്കൻ ചുക്ക വയ്ക്കുന്ന സമയത്ത് ഇത്ര എണ്ണ ആവശ്യമില്ല. നമുക്കിത് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. എണ്ണയാണ്, നല്ല ചൂടുള്ള എണ്ണയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ട ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ബാക്കി വരുന്ന ഓയിൽ നമുക്ക് വറുക്കാൻ യൂസ് ചെയ്യാം. അതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്താലോ. നമ്മൾ വറുത്ത വല്യുള്ളി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഓയിൽ നമുക്ക് പാനിൽ എടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി കുക്കിംഗ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം തക്കാളിയും പെരിഞ്ജീരകവും കൂടി അരച്ച് വെച്ച മിക്സ് നമ്മൾ ആ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഇതാ കണ്ടില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച ചിക്കനും പിന്നെ നമ്മൾ വറുത്ത് വെച്ച വലിയുള്ളി ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയും, അത് രണ്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് വറുത്ത് വെച്ച ഉള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഗ്ലാസ് വെള്ളം മതിയാവും. കാരണം ചിക്കനിൽ തന്നെ നമുക്ക് നിറയെ വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ചുക്ക അത് അവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ചിക്കനിലെ എല്ലാ ഗ്രേവിയൊക്കെ നന്നായി പിടിച്ചിട്ട് അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കറിവേപ്പില ഇടുക. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ എണ്ണയിൽ, അത് നമ്മൾ ഇതിലോട്ട് ഇടുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അതാ ചിക്കൻ ചുക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം എന്താ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച വറുത്ത ഉള്ളിയും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ബൈ.